ഇത് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചൊരു വീഡിയോ ആണ്. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ പായുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് ട്രെയിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ചൊരു വീഡിയോ ആണ്. അതിൽ 3 ഗ്ലാസ് നിറച്ചും വെള്ളം കാണാം. അതിന് മുകളിൽ വേറൊരു ഗ്ലാസും അത് നിറച്ചും വെള്ളവും. ആ ഗ്ലാസുകൾക്ക് അടുത്ത് ഒരു മൊബൈൽ ഫോണും അതിൽ GPS സ്പീഡോമീറ്റർ എന്ന് തോന്നുന്നു. അതിൽ 180 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ കുരുപൊട്ടിയിരിക്കുകയാണ്. അവരുടെ കമൻറ്റുകൾ ഇങ്ങനെയാണ്: ചൈന 700 കിലോമീറ്ററിലും 600 കിലോമീറ്ററിലും വരെ പോകുന്ന ട്രെയിനുകളുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന രീതിയിലാണ് അവരുടെ കമൻറ്റ്. അതായത് സ്വന്തം വീട്ടിലെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളാതെ, അതത്ര ചെറിയ നേട്ടമാണെങ്കിൽ പോലും അതിൽ അഭിമാനം കൊള്ളാതെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി അവരുടെ മാഹാത്മ്യം പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ കമൻറ്റ് ഇടുന്നത്. പലർക്കും അറിയാം, എന്നാൽ ഇവർ ആരും സമ്മതിക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ചത്. മനുഷ്യ വിസർജ്യം കാരണം റെയിൽവേ പാളത്തിനടുത്ത് കൂടെ പോലും നടക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ എന്തുമാത്രം മാറ്റമാണ് വന്നിരിക്കുന്നത്. നേരത്തോട് നേരം ചെന്നു എന്ന് പറയുന്ന പോലെ ചൈനയെ പോലുള്ള രാജ്യങ്ങളൊക്കെ റെയിൽവേയുമായിട്ടുള്ള വികസന പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോഴാണ് നമ്മൾ ഈ 10 വർഷം കൊണ്ട് ഇത്രയും വലിയ വികസനം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ശരി, ഇന്ത്യ ഇതുപോലെ വികസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ള, അതായത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. ഇനി കുരു പൊട്ടുന്നവർ കുരുവിനുള്ള ഓയിൽമെൻറ്റ് വാങ്ങിച്ചു വെച്ചോ, അതും കിലോ കണക്കിന് വാങ്ങിച്ചു വെച്ചോ. കാരണം പുതിയ ഐറ്റം വരാൻ പോവാം. അതായത് ഇനി 320 കിലോമീറ്റർ വേഗത്തിലോടുന്ന ബുള്ളറ്റ് ട്രെയിനാണ് വരാൻ പോകുന്നത്. അതും വെറും 2 മണിക്കൂർ 7 മിനിറ്റിനുള്ളിൽ മുംബൈ ടു അഹമ്മദാബാദ്. അതിൽ തന്നെ ഭൂഗർഭ കടൽ തരങ്ങൾ വേറെയും. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? കുരുവിനുള്ള മരുന്ന് വാങ്ങിച്ച് വെക്കുകയല്ലേ, ഓയിൽമെൻറ്റ്.